കൂട്ടുകാരെ, അശ്വിൻ ശ്രുതി വീണ്ടും ഒന്നിക്കുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ ശ്രുതി അവിടെ നിന്നും ജോലിയൊക്കെ മതിയാക്കി പോയപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇനി ശ്രുതി അശ്വിൻ എങ്ങനെ കാണും എന്നുള്ള ചിന്തകളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോഴാണ് കറക്റ്റ് ടൈമിൽ അഞ്ജലി വീണ്ടും നമ്മുടെ ലാവണ്യെ രാമായണം വായിപ്പിക്കാൻ പഠിപ്പിക്കാൻ എന്നുള്ളൊരു പേരിൽ നമ്മുടെ ശ്രുതിയെ വീണ്ടും വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ നമ്മുടെ ശ്രുതിയെ വിളിച്ചു വരുത്തരുതെന്ന് ഇങ്ങനെ കട്ടായം തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അഞ്ജലിയുടെ അടുത്ത്. ഇനി മേലാൽ അവളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റരുതെന്ന്. ആ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതി നമ്മുടെ അശ്വിനെ വീട്ടിലേക്ക് വരുന്നതും നമ്മുടെ അശ്വിൻ ശ്രുതി വീണ്ടും കണ്ടുമുട്ടുന്നതൊക്കെ. അപ്പോൾ അശ്വിൻ നമ്മുടെ ശ്രുതിയെ കണ്ട മാത്രയിൽ തന്നെ നമ്മുടെ ശ്രുതിയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. നീ വീണ്ടും ഇവിടുത്തെ കാശൊക്കെ വിഴുങ്ങാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കെട്ടിക്കയറി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ പാവങ്ങളൊക്കെ പറ്റിച്ച് നീ കുറേ കാശ് ഉണ്ടാക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അല്ല സാർ, എന്നെ വിളിച്ചിട്ട് അഞ്ജലി ചേച്ചി വിളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അശ്വിൻ അതൊന്നും കേൾക്കാനേ തയ്യാറാകുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സീനുണ്ടാവും. ഇവരെപ്പോഴും കാണുന്നത് ഒരു വീഴ്ചയിലാണല്ലോ, അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ അശ്വിൻ നമ്മുടെ അഞ്ജലി അന്വേഷിച്ച് വരുമ്പോൾ നമ്മുടെ ശ്രുതി അടുക്കള ഷെൽഫിൻ്റെ ബോളിൽ നിന്ന് എന്താണ്ടൊക്കെ ഇങ്ങനെ എടുക്കാൻ പോകുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി കാല് തെറ്റി ഇങ്ങനെ വീഴുമ്പോൾ നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ ചെന്ന് വീഴുന്ന ഒരു രംഗത്തിലാട്ടോ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതിനുശേഷമായിട്ട് ഈ വഴക്കൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വഴക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി വന്നിട്ട് നമ്മുടെ കുഞ്ഞിനെ വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ അശ്വിനെ. നീ എന്തിനാണ് ഇവിടെ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്? നീ നോക്കിക്കോ, അവസാനം നിൻ്റെ ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് ഇവളെ കൊണ്ടായിരിക്കും എന്ന് നമ്മുടെ അഞ്ജലി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. നമ്മുടെ അശ്വിൻ കണ്ട മാത്രയിൽ തന്നെ ചീത്തയോട് ചീത്ത. ശ്രുതി ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ട്